Hi friends, welcome to Roshni's vlog. ഇന്ന് നമ്മൾ കുട്ടികളുടെയൊക്കെ ഓൾ ടൈം ഫേവറേറ്റ് ആയ ചിക്കൻ ലോലിപോപ്പ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഇവിടെ അതിനു വേണ്ടിയിട്ട് ചിക്കന്റെ വിങ്സ് പീസ് ആണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന്റെ ദശയെല്ലാം ഈ എല്ലയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ താഴത്തേക്ക് ആക്കി കൊടുക്കാം. ഇങ്ങനെ എല്ലാ പീസും നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ചിക്കൻ ഇപ്പം കട്ട് ചെയ്ത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു 15 പീസ് ചിക്കൻ വിങ്സ് ആണ് കിട്ടിയേക്കുന്നത്. അപ്പം ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിക്സിൽ കോട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർക്കാം. ഇനി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മിക്സ് എല്ലാം നമുക്ക് ചിക്കനിലോട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ മിക്സ് എല്ലാം ചിക്കനിലോട്ട് കോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ½ ആൻ അവർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ½ ആൻ അവർ കഴിഞ്ഞു. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ആ മീറ്റുള്ള ഭാഗത്ത് മാത്രം ഇങ്ങനെ ബ്രെഡ് ക്രംസ് മുക്കുക, എന്നിട്ട് എണ്ണയിലോട്ട് ഇടുക. നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ലോലിപോപ്പിന് വേണ്ടിയിട്ടുള്ള സോസ് നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എള്ളെണ്ണയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ പാൻ ചൂടായി വരുമ്പോഴത്തേക്കിന് 2 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1/2 കപ്പ് സവോള കൊത്തി അരിഞ്ഞത്, 1/4 കപ്പ് സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവോള എല്ലാം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ ചേർക്കാം. ഇത് ഒരു സ്വീറ്റ്നെസ് ഒക്കെയുള്ള ചില്ലി സോസാണ്. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ സോയാ സോസിന് ഉപ്പ് രസം ഉള്ളതുകൊണ്ട് കുറച്ച് ഉപ്പ് മതിയാവും. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ സോസ് ഒന്ന് കുറുക്കിയെടുക്കാം. നമ്മുടെ സോസ് എല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സോസ് എല്ലാം ചിക്കനിലോട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്.
നമ്മുടെ കുട്ടികളുടെ പ്രിയപ്പെട്ട ചിക്കൻ ലോലിപോപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.